മണ്ണില്ലാതെ കൃഷി ചെയ്യുന്ന ഹൈഡ്രോപോണിക്സ് രീതി പരിചയപ്പെടുത്തി ശാന്തിനികേതൻ ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥികളും ഭക്ഷണത്തിലെ മായം കണ്ടെത്താവുന്ന ശാസ്ത്രീയ രീതികളെ പരിചയപ്പെടുത്തി ബിർള പബ്ലിക് സ്കൂൾ വിദ്യാർത്ഥികളുമാണ് പ്രവാസി കുടുംബങ്ങൾക്ക് ഭക്ഷ്യസുരക്ഷയുടെയും സ്വയം പര്യാപ്തതയുടെയും പുതിയ പാഠങ്ങൾ പകർന്നു നൽകിയത്. വീടുകളിലെയും ഫ്ളാറ്റുകളിലെയും പരിമിതമായ സ്ഥല സൗകര്യങ്ങളിൽ ചെയ്യാവുന്ന ഹൈഡ്രോപോണിക്സ് സംവിധാനത്തിലൂടെ വലിയ തോതിൽ വിളവ് ലഭിക്കുന്ന പച്ചക്കറികളും ഇലക്കറികളും വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാനാവുമെന്ന് കുട്ടികൾ തീർത്ത ചെറു മാതൃകകളിലൂടെ വ്യക്തമാക്കി. ആധുനിക മെത്തേഡാണ്. ഈ മെത്തേഡിൽ നമ്മൾ മണ്ണ് ഉപയോഗിക്കാതെ തന്നെ ചെടികൾ വളർത്തുന്നു എന്നതാണ് അതിന്റെ സ്പെഷ്യാലിറ്റി. ഇതിൽ വെള്ളം മാത്രം ഉപയോഗിച്ചാണ് ചെടികൾ വളർത്തുന്നത്. പഴങ്ങളിലും പച്ചക്കറികളിലും ധാന്യങ്ങളിലും വരെ അടങ്ങിയിരിക്കുന്ന മായം തിരിച്ചറിയാനും വീടുകളിൽ ജൈവ കൃഷിയിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷ്യവിഭവങ്ങളിലൂടെ സ്വയം പര്യാപ്തത നേടാനും ബിർള പബ്ലിക് സ്കൂൾ വിദ്യാർത്ഥികൾ ഒരുക്കിയ പ്രദർശനം സഹായകമായി. വീട്ടിൽ കൃഷി ചെയ്യുമ്പോൾ നമുക്ക് സുരക്ഷിതമായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. എന്നുവെച്ചാൽ ഇപ്പോൾ കടയിൽ കിട്ടുന്ന സാധനങ്ങൾ മുഴുവൻ മായങ്ങളൊക്കെ ചേർക്കാറുണ്ട്. അപ്പോൾ അതാണ് ഞങ്ങൾ ഇതിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. കാർഷിക സംസ്കൃതി തിരിച്ചുപിടിച്ചുകൊണ്ടല്ലാതെ ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്താനാവില്ലെന്നാണ് വിദ്യാർത്ഥികൾ ഈ പ്രദർശനത്തിലൂടെ ഉറപ്പിച്ചു പറയുന്നത്. സലത്ത ജദീദിലെ ത്വാരിഖ് ബിൻ സിയാദ് ഇൻഡിപെൻഡന്റ് സ്കൂളിൽ നടന്ന ഏഷ്യൻ മെഡിക്കൽ ക്യാമ്പിനോടനുബന്ധിച്ചായിരുന്നു കുട്ടികൾ പ്രദർശനമൊരുക്കിയത്. മുജീബ് റഹ്മാൻ, മീഡിയ 1, ദോഹ.